തിരുമല വാർഡ് കൗൺസിലറായിരുന്ന അനിലിന്റെ ആത്മഹത്യയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. അനിലിനെ ബി.ജെ.പി നേതൃത്വവും തള്ളിപ്പറഞ്ഞു. അനിൽ നടത്തിയ വായ്പാ സഹകരണ പ്രവർത്തനങ്ങൾ വ്യക്തിപരമായിരുന്നു എന്നാണ് വി. മുരളീധരൻ പറഞ്ഞത്. വായ്പ നൽകിയവരിൽ പാർട്ടി നേതാക്കൾ ഉണ്ടോ എന്ന് തനിക്ക് പറയാനാകില്ല. അനിൽ സഹായിച്ചത് വേണ്ടപ്പെട്ടവരെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനിടയിൽ അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ ഗൗരവമായി മാറി. നിലവിൽ പൂജപ്പുര പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് അന്വേഷണം കൈമാറാൻ സാധ്യതയുണ്ട്. അനിലിന്റെ സഹപ്രവർത്തകരായ ചിലരുടെ മൊഴി പ്രകാരം അനിൽ ആത്മഹത്യ ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അനിലിന്റെ ആത്മഹത്യക്ക് പിന്നിൽ ബി.ജെ.പി നേതാക്കളുടെ സമ്മർദ്ദവും കാരണങ്ങളായിരുന്നു. പല നേതാക്കളും വായ്പ എടുത്തിട്ടും തിരിച്ചടയ്ക്കാതിരുന്നതും അടുപ്പമുള്ള നേതാക്കൾ അനിലിനെ തഴഞ്ഞതും മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബാങ്കിന്റെ സർക്കുലർ നിർദ്ദേശങ്ങൾ ലംഘിച്ച് പലിശ നൽകുന്നതിനിടെ 14 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. താൽക്കാലികമായി നിയമനങ്ങൾ നടത്തിയതിൽ 1.18 കോടി രൂപ നഷ്ടമായി. അനുമതിയില്ലാതെ പൊതുഫണ്ട് നശിപ്പിച്ചതിലൂടെ 12 ലക്ഷത്തിന്റെ ക്രമക്കേടും രേഖപ്പെടുത്തി. ഒരു വനിതാ കൗൺസിലർ ലക്ഷങ്ങൾ നൽകാനുണ്ട്. ആത്മഹത്യക്ക് തലേ ദിവസവും പണം നൽകാൻ അനിൽ ആവശ്യപ്പെട്ടു. എന്നാൽ വനിതാ കൗൺസിലർ അനിലിന്റെ അപേക്ഷ തള്ളി. ബി.ജെ.പിയുടെ ഒരു ഏരിയ പ്രസിഡന്റും ലക്ഷങ്ങൾ നൽകാനുണ്ട്. അനിലിനെ തഴഞ്ഞത് ഏറ്റവും അടുപ്പമുള്ള നേതാക്കൾ തന്നെയാണ്. അനിലിന്റെ മരണത്തിന് പിന്നാലെ ബാങ്കിൽ നിന്ന് രേഖകൾ മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട്. വായ്പ തിരിച്ചടയ്ക്കാനുള്ള തർക്കവും പാർട്ടി നേതാക്കളുടെ അവഗണനയും അടുപ്പമുള്ള നേതാക്കളിൽ നിന്നുള്ള സമ്മർദ്ദവുമാണ് അനിലിന്റെ ആത്മഹത്യക്ക് പ്രധാന കാരണങ്ങളായി പറയുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.